ജലപാലൻ. ഓർമ്മയുണ്ടോ? ഒരിക്കൽ നമ്മളൊന്ന് കൂടിയിട്ടുണ്ട്, ഒരു 4 കൊല്ലം മുമ്പ്. ആശാനെ അങ്ങ് തൃശ്ശൂരില് നമ്മൾ ഓഫീസിൽ സ്റ്റേറ്റ് മീറ്റ് നടക്കുമ്പോ കാസിനോവില്. അത് പിന്നെ നമ്മള് രണ്ടുപേരും സർക്കിളാ. തൃശ്ശൂർ സ്റ്റേറ്റ് മീറ്റ് നടക്കുമ്പോ ഞാൻ സസ്പെൻഷനില്ല, പങ്കെടുത്തിട്ടില്ല. അയ്യോ, അപ്പൊ പിന്നെ നമ്മള് കണ്ടിട്ടില്ല. കറക്റ്റ്. എന്നാ പിന്നെ നമ്മളൊരു ബാച്ചാ. ഞാൻ പിന്നെ കണ്ട ഐജിനും മറ്റേ ഒന്നും കാലിലും കോപ്പയിലും ഒന്നും പിടിക്കാൻ പോവാത്തവരാ. അതുകൊണ്ട് ഏസി ആയില്ല. എങ്ങനെ ഒന്ന് ഒഴിക്കട്ടെ. പിന്നെ ഈ ജോസിന്റെ കേസ് അതറിയാൻ ആശാൻ എന്നെ വിളിപ്പിച്ചെങ്കില് അവനെ അറിയും, കണ്ടിട്ടുണ്ട്. എങ്ങനെ ഓണം, വിഷു, ക്രിസ്മസ്, പള്ളിപ്പെരുന്നാള്, തിരുവാതിര അവൻ ഇന്ന് കീർത്തി അക്രമം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അവൻ ചത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് അത് ജലപാലനെ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കാനോട്ട് ഉദ്ദേശവും ഇല്ല. പിന്നെ ആചാരെ, ഈ ജോസിന്റെ ഇടപാടെ തമിഴന്മാരുമായിട്ടായിരുന്നു. തീർത്തത് അവര് തന്നെ, തർക്കത്തില്. സാക്ഷാൽ ബെൽറ്റ് ബോംബിന്റെ ആൾക്കാര്, പുലികള്. ഒന്നളിയാ ഐറ്റന്റ് കമ്മീഷണറാന്നോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാന്നോ ഒരു നോട്ടോ ഇല്ലാത്തവന്മാരാ. ആച്ചിക്കളയും. അതുകൊണ്ട് അളിയനൊരു കാര്യം ചെയ്യും. ഞാൻ ഈ കാട്ടുമൂലന്ന് ഇല്ലാത്ത കാശിന് ഡീസൽ ഒഴിച്ചോണ്ട് ഇവിടെ വരെ വന്നതേ ഇത് പറയാനാ. അളിയൻ അന്വേഷിച്ചു, തെളിവൊന്നും ഇല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി കൊടുക്ക. പാട്ടം മടക്കിക്കളാ, ഡേഞ്ചറാ. ശരി, അപ്പൊ കാണാം. താങ്ക്സ്. ആശാനെ, ഞാൻ അന്വേഷിച്ചിടത്തോളം വീട്ടിൽ നല്ല കിളി പോലൊരു ഭാര്യയും ആവുന്നില്ലാത്തൊരു ചെക്കനും. അളിയനീ വേണ്ടാത്ര കയറി ചൊറിഞ്ഞിട്ട് അവന്മാരും വല്ല വണ്ടി ഓടിച്ച് നെഞ്ചത്ത് കയറ്റി തീർത്ത് കളഞ്ഞാലേ പിന്നെ ഭാര്യയും കൊച്ചിനെയും പണിയാക്കല്ലേ പൊന്നെ. ഇവനിതെന്തോടും മൃഗമാണോ? അല്ല, നരി. ഞാന് പെൻഷൻ പറ്റുന്ന കൊല്ലം പട്ടുകൊല്ലം AC ആയിട്ടിരിക്കുമ്പോ കമ്പസിറ്റിയില് ഒരു റാക്ക് കച്ചവടക്കാരൻ 10 കൊല്ലം മോതിരം ഒക്കെ ഇട്ട് മധുരക്കാരൻ ഒരു സേവന, ഒരാളാറടി പൊക്കം, 10-300 തൂക്കം, അജാന ബാഹു, ഇങ്ങനെ തഞ്ചാവൂരെങ്ങാണ്ടുണ്ട് ഡാൻസ് കളിക്കാരൻ. ഒരു അവിടെ പേരിൽ ഇങ്ങനെ 1 2 പറഞ്ഞോ കൊടുക്കും. ഇങ്ങനെ 5 പേരിലും പതിച്ച ഒരു വീക്കാം നിന്ന് നിലയ്ക്കവൻ ടൂർ അവന്റെ വൈദ്യുതി ഒഴിച്ചു. അല്ല, ചില സ്ഥാനങ്ങൾ അങ്ങനെയാ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ 100 വാശിക്ക് ചോര വാഴുന്നത് ഒരു ലക്ഷണമാണ്. ഇച്ചിരി പഞ്ഞിട്ടുണ്ട് കൂടെ. നീ ഭദ്രയോട് സംസാരിക്കും. ബാലു ഇവിടെയുണ്ട് 2 പേരും. ഞാൻ വിളിച്ചോളാം. എന്താ പറഞ്ഞു കേൾപ്പിച്ചോ? പഴയ തഞ്ചാവൂര് ഒരു നിമേ. നല്ല കയ്യൂക്ക്, നല്ല കായബലം, നല്ല ബുദ്ധി, നല്ല തണ്ടല്, നല്ല തന്തയ്ക്ക് പിറവി, ശത്രുസ്ഥാനത്ത് നിർത്താൻ പറ്റിയ വിത്തുഗുണമുണ്ട് നരിക്ക്. നല്ല പേരും. ഇഷ്ടമല്ലേ നരിയെ? അതല്ല, കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ നമുക്ക് ഈ കണ്ട നാലുകാട്ടൊന്ന് സ്ട്രീറ്റിൽ കിടന്ന് ഫൈറ്റ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അത് അന്തസ്. നിന്റെ തന്ത വലിയ മജിസ്ട്രേറ്റ് ആയിരുന്നല്ലോ. മാന്യത കാണിക്കാം മരിച്ചു കിടക്കുമ്പോ. ജോസിന്റെ ഭാര്യ വത്സമ്മ. അതെ. ജോസുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകളിൽ വത്സമ്മയ്ക്ക് നേരിട്ട് അറിയാമെന്ന് പറയാൻ അതൊരൊറ്റയാൾ മാത്രമാണ്, അപ്പിച്ചായി. ഒരിക്കലും ഉപദ്രവിച്ചിട്ടുണ്ട് അവളെ. അതൊരുപാട് കൊല്ലം മുമ്പാ ജോസ് അവളെ കെട്ടിക്കൊണ്ട് വന്ന കാലത്ത്. വന്ന കാലത്തല്ല, വന്ന അന്ന്, ആ ദിവസം. വത്സമ്മ,
പത്സമ ഒന്നും പറയല, ഒരാളുടെ പേരും പറയല. ഇവൻ നേരിട്ട് എന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാല് പിന്നെ അവളുടെ കൺമുമ്പിലിട്ട പെമ്പിള്ളേരെ ഏതോ ഒരു നരേന്ദ്രൻ വന്ന് നീട്ടെഴുതി തന്നപ്പോ എന്നോട് അനുവാദം വാങ്ങാതെ അങ്ങോട്ട് ചെന്ന് എരന്ന് വാങ്ങിച്ചതിന് എന്റെ കൈ പൊള്ളി. നിന്റെ ബുദ്ധി നരേന്ദ്രനെ അങ്ങോട്ട് ചെന്ന് കണ്ട് മുൻകൂർ പേടിപ്പിക്കാൻ. സേതു, ശരീരം മാത്രമേ വിലക്കെടുക്കാറുള്ളൂ, മസിലായിട്ടും മാംസമായിട്ടും. ബുദ്ധി വിലക്ക് വാങ്ങാറില്ല പുറത്തുനിന്ന് ഒരുത്തനോടും. നിന്റെ ചെറുനെല്ലിക്കാൻ മുഴുപ്പുള്ള ബുദ്ധി കൊണ്ട് സംരക്ഷിക്കാൻ നോക്കിയാല് അതിലടങ്ങില്ല. അത്രയ്ക്ക് വലുതാടാം സേതുവിന്റെ സാമ്രാജ്യം. എന്നല്ലേ താച്ച? അയ്യ, ഞാൻ രാജാക്കാട് ചെല്ലപ്പ. ആരെ? രാജാക്കാട് ചെല്ലപ്പ. രാജാക്കാട് ചെല്ലപ്പ, ഞാൻ താൻ സാർ. എക്സ് മെമ്പർ ഓഫ് പഞ്ചായത്ത്, രാജാക്കാട് ഇടുക്കി. ഞാൻ താൻ സാർ. ടാക്സി ഡ്രൈവേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ്, രാജാക്കാട്. ഞാൻ താൻ സാർ. പ്രസിഡന്റ് തിരൈപ്പട ഫാൻസ് കൂട്ടണി. ഞാൻ താൻ സാർ. എല്ലാമേ ഞാൻ താൻ. ഒന്ന് ഹോൾഡ് ചെയ്തോണേ സാർ. ഇതേതാണോ ഈ സാധനം? ഇങ്ങോട്ട് മാറിക്കണോ സാർ? ഇതാ ജോസിന്റെ ഭാര്യയും കൊച്ചുങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്ന ആളാ വാ. സാർ, ഇദ്ദേഹം ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെല്ലുവന്നു. ഇല്ല, ഇരിക്കാൻ പറയായിരുന്നില്ലടാ. സർ പറഞ്ഞതാണ്. ഇരിക്കേ. വേണ്ട സർ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. സെക്ഷനിൽ ഇരുത്തിയിട്ട് സാഹത്തോടെ കുട്ടികൾ കുടിക്കാൻ എന്തെങ്കിലും വരുത്തിച്ചു കൊടുക്കാൻ പറയും. ചായയോ ജ്യൂസോ. സർ. എടാ, കുറുപ്പിനോട് ആ സാധനങ്ങള് ജോസിന്റെ. സർ വരൂ. ചെല്ല്. പോമാ. പോകെ കണ്ണാ, ഞാൻ ഇങ്ങനെ ഇരിക്കില്ല. ഇയാളാരാ? ബന്ധുവാണോ? ആ സാർ, ഞാൻ സാർ. അതെ സർ, എന്റെ ചേച്ചിയുടെ. 1.5 കൊല്ലം അംഗൻവാടിയിൽ ടീച്ചറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട് വത്സമ്മ, മാട്ടുപ്പെട്ടിയിൽ. പിന്നീട് ജോസായിട്ട് അത് നിർത്തിച്ചു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 17ാമത്തെ വർഷം. അതെ. ജോസിന്റെ ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു? അറിയാമായിരുന്നോ വത്സമ്മയ്ക്ക്? ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു സർ. പിന്നെയാ. പിന്നെ അറിഞ്ഞപ്പോ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടുണ്ട് സർ. ആരൊക്കെയായിട്ടായിരുന്നു ഇടപാടുകൾ അറിയാമോ? ഇല്ല. ജോസ് എങ്ങനെയാ ഉപദ്രവിക്കുമായിരുന്നു? ജോസിന്റെ ബോഡി, സോറി, അവസാനമായിട്ട് ജോസ് വീട്ടിൽ നിന്ന് വരുമ്പോ മുഖത്തൊരു മുറിപ്പാടുണ്ടായിരുന്നു. മുറിഞ്ഞിട്ട് സ്റ്റിച്ചിട്ട്. ஆமா சார், கொண்டாருங்க. போறதுக்கு முன்னாடி நைட்டில ஜோஸ் நல்லா சாப்பிட்டு இருந்தது. ஜிபி இறங்கப்போ மூஞ்சி அடிச்சு வீழ்ந்தாச்சு வீட்டுக்கு முன்னாடி. എന്നിട്ട് മുറിവ് എവിടാ സ്റ്റിച്ചിട്ടത്? സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹോസ്പിറ്റൽ. ஆமா சார், நீங்க சொன்னது கரெக்ட். ആ സാർ, ലോഡ്ജിൽ നിന്ന് കിട്ടിയതാ ജോസിന്റെ സാധനങ്ങൾ. ബോധിച്ചു എന്ന റെസീറ്റ് കൊടുത്തേക്കൾ. ഇവരെ കുട്ടികളിലേക്ക് നിർത്തി കൊണ്ടു. സാർ വരൂ. அழாதோ அழாதே, நான் இருக்கலையா ചെല്ലപ്പാ. சார்? നീ എങ്ക നില്ലപ്പാ. சார், நீ போமா, நான் வர்றேன். சொல்லு. கடவுளே, பாவம். ரொம்ப கஷ்டம் சார் உள்ள லைஃப். நான் ஒருத்தர் மட்டும் தான் உதவி, வேற யாருமே இல்லை. சார், ஒரு சின்ன ரெக்வெஸ்ட். என்ன சார், பாவம் பொண்ணு, அந்த மூத்த பொண்ணுக்கு பருவ பிராயம் 15 வயசு. വല്ലാത്ത കാലമല്ലേ സാർ? കാട്ടുമുക്കിൽ ഒറ്റയ്ക്ക് കിടന്ന് വല്ലതും സംഭവിച്ചു പോയാൽ പുള്ളകളെ കൂട്ടി എന്റെ വീട്ടിൽ വന്നിരിക്കാൻ സാറായിട്ട് പറയണം അവളോട്. സാറ് പറഞ്ഞ അവളെ കേൾക്കും. ഞാൻ അവളെയും മോളെയും എന്റെ സ്വന്തം ഭാഗ്യ പോലെ നോക്കും. മോനെ, നിനക്ക് ഞാൻ മറ്റേ മാമാപ്പണി കൂടി ചെയ്തോ അല്ല? അച്ഛനെ മാറ്റിനോടാ നീ ആരോടെങ്കിലും മാളെ പറഞ്ഞ് പേടിപ്പിക്കാൻ? കള്ളം പറയാൻ ഉണ്ടെന്നെങ്ങനെ അറിഞ്ഞ മതി കൊന്നാളെ ഞാൻ. ഇന്താടി അടിച്ചാച്ച്. രാജാക്കാട് ചെല്ലപ്പ ഒരു തോക്കെടുത്ത് നെഞ്ചത്തോട് കുത്തിയാ പേടിക്കാൻ നോക്കിയതാ. പുറമേ കാണുന്നതിനല്ല, പോഴനല്ല, ട്രെയിൽഹൈം. സർ. ഹലോ,
ആ ഒന്ന് ഹോൾഡ് ചെയ്തോണേ. ഇതാ കൊടുക്കാം. ആരാ? മുസ്തഫ. ഉറങ്ങിപ്പോയി. ഒന്ന് എടുത്തോ. ചുണ്ടൻ തുറപ്പിച്ചേക്ക്. ആ എന്താടാ? എങ്ങനെ? എപ്പോ? എന്തു പറ്റി? ആ മറ്റോ മിസ്സായി മുസ്തഫയുടെ കയ്യിൽ നിന്ന്. ആര്? ചെല്ലപ്പ. അവനെ കണ്ടാലറിയാം അവന്റെ ബോഡി ലാംഗ്വേജ്, ഹിസ്ട്രിയോണിക്സ്. പക്കാ ക്രിമിനലാണ് അവൻ. എന്നാ പിന്നെ വിട്ട എന്തിനാ? കസ്റ്റഡിയിൽ എടുത്തുകൂടായിരുന്നോ നരിക്ക്? ഏയ്, സൂചനകളേ ഉള്ളൂ. അല്ലെങ്കിൽ വെറും തോന്നലുകൾ, അല്ലെങ്കിൽ രണ്ടും. കസ്റ്റഡിയിൽ എടുക്കാൻ അത് പോരാ. കൂത്തി നിക്കിലടി കഴുതേ. പേടിയുണ്ടോ നരിക്ക്? ആ, ജോസിന്റെ ഭാര്യയുടെ കണ്ണുകളിൽ ഞാൻ കണ്ട പേടി, ഇറ്റ് വാസ് സോ ഇന്റൻസ്. ആരോ പേടിപ്പിച്ചിട്ടുണ്ട് അവരെ. ചോദിച്ചില്ലേ? നോ, ഷീ കുഡന്റ് ടേക്ക് ഇറ്റ്. അവരെന്തോ ഉറക്കാൻ ടെൻഷനല്ലേ നരിക്ക്? നിനക്കുറങ്ങണ്ടേ? അമ്മ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്റെ അമ്മു. ഒന്ന് രണ്ട് മൂന്ന്. சொன்னது மட்டுமா? ஜாஸ்தி இல்லையா? சொன்னது மட்டும். എന്താടി കണക്ക് പറയാണോ? ഉലക പെരിയ പിച്ച രാജാക്കാട് ചെല്ലപ്പ ആണോ? ஆமா சார், நீங்க சொன்னது கரெக்ட். ஆனா വാ. ஆல் ரைட். എങ്ങനെ ഉണ്ടായിരുന്നടാ നരി? ரொம்ப கட்டிக்காரன் சார். ஆஹா. பெரிய கேரக்டர் அவரு. കാര്യം പറയടാ. ஆமா சார், அவன் தூக்கெடுத்து இങ്ങനെ വെച്ചു പേടിപ്പിക്കാൻ നോക്കി. പേടിച്ചു കൊടുത്തു. അവൻ വിശ്വസിച്ചോ അവള് പറഞ്ഞതെല്ലാം? ആമ സാർ, ഇനി അവള് കള്ളം പറഞ്ഞാന്ന് സംശയം തോന്നിയാലും അത് ഞാൻ പറയിപ്പിച്ചാന്ന് തോന്നും അവന്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും സംശയം തോന്നത്തില്ല. നിന്നെ ആരടാ ഫോളോ ചെയ്തെന്ന് പറഞ്ഞത്? അത് ചൊന്നാ സിദ്ധമായ കാമഡി സിറ്റുവേഷൻ സാർ. കാര്യം പറയടാ. സാർ, நான் லாட்ஜில் இங்கோട്ട് போறேன் போது என்னமோ ശരിയല്ലേ എന്നൊരു ഫീലിംഗ് பார்க்கும்போது ஆப்போசிட் சைடுல கொஞ்சம் தள்ளி டீ கடையில என்னையே பார்த்து சும்மா தண்ணி சாப்பிட்டு நிக்கிற மாதிரி அவன். அந்த சுழுக்கன் போலீஸ்காரன் எஸ்ஐ. എന്നിട്ട് அந்த எஸ்ஐய பார்த்ததும் என்னோட பக்கத்துல தான் எலக்ட்ரிக் போஸ்ட் இருந்தது. இந்த பியூஸை எடுத்தாச்சா, வீட்டுல அப்படியே கரண்ட் போச்சு. ஃபுல் டார்க்கன். அப்படித்தான் நான் அங்கே இருந்து தப்பிச்சு விட்டதும். പൊയ്ക്കോ. சரி சார். சார், சொன்னது மட்டும் വാ. போயிட்டு வர்றேன் சார். അപ്പിച്ചായിട്ട് ഓരോരോ ഗഡികളെ. പക്ഷേ ഫ്യൂസ് സൂര്യതുകൊണ്ട് കാര്യമില്ല. അവനെ ഫോളോ ചെയ്യുന്നുണ്ട് നരിയുടെ ഷാഡോ പോലീസ്. ആ, എടാ, എന്ത് പ്രായം വരുടാ ജോസിന്റെ ഇളയ കൊച്ചിന്? ഒരു 5 or 6. കഷ്ടം കഷ്ടം. കമ്പിളി കണ്ടൻ ജോസ് അവസാനമായിട്ട് വീട്ടിൽ നിന്ന് പോരുമ്പോ എല്ലപ്പട്ടി ചെക്ക് പോസ്റ്റില് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് നീയും ഇയാണ് അല്ല? അതെ സാർ, പറഞ്ഞല്ലോ. പറഞ്ഞു. പക്ഷേ ജോസിനെ വേണ്ടുമ്പോ ചെക്ക് പോസ്റ്റ് കടത്തിവിടാൻ പുറത്തു നിന്നോ മോളിൽ നിന്നോ അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാല്, ഉണ്ടേൽ അത് ആരാണെന്ന് ചോദിച്ചാല് അത് മാത്രം നീ പറയല്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? ചോദിക്കും. വേണ്ട. യൂണിയൻ നേതാവാണ് ഓമനക്കുട്ടൻ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ. ഒരു വിളി വന്നിരുന്നു മോളീന്ന്. ജോസിന്റെ ഒടുക്കലത്തെ ട്രിപ്പിൽ അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയം വെച്ച് കൂട്ടിയാല് അവൻ ചെക്ക് പോസ്റ്റ് കിടക്കുന്നത് ഒരു 5:30 മണി വെളുപ്പിന്, അല്ലേ കുഞ്ഞേഷ്ണ? സാർ, അന്ന് കൃത്യം 5 മണിക്ക് തന്റെ സെൽഫോണിൽ ഒരു കോൾ വന്നു. ഇല്ല സാർ. ഈ നമ്പറിൽ ഓർമ്മ. പക്ഷേ ജോസ് കൊല്ലപ്പെട്ട വാർത്ത പത്രങ്ങളിൽ വന്നതിന്റെ പിറ്റേ ദിവസം രണ്ടുപേരും പുതിയ കണക്ഷൻ എടുത്തു, നമ്പറും മാറ്റി. അല്ലേ മിസ്റ്റർ വിജയൻ? യെസ് സാർ. ആ, പറയടാ. ഒരാളുമില്ല, ഒരാളും ഒന്നും വിളിച്ചു പറയുമ്പോ ചെയ്യിച്ചിട്ടില്ല നിന്നെ ഇവരെ കൊണ്ട്, അല്ലേ? സാറത് കാണുന്നില്ലേ? ഞങ്ങൾ ആരെ കൊന്നു? ഹലോ സാർ,
സാർ ഒറ്റ മിനിറ്റ് സാർ ഐ ജി സർ സർ സണ്ണി സർ ലോക്ക് ദം അപ്പ്. Carry on. Anna, you wait for me at the meditation hall. ഓക്കെ. നരേന്ദ്ര, നരി അല്ലേ? എനിക്ക് നിങ്ങളോട് യെസ്. മീര കിച്ചണിൽ വിളിച്ചിട്ട് ടീയോ കോഫി? ഒന്നും വേണ്ട, പ്ലീസ് കം. കാരുണ്യദീപം, ദി ബിനൈൻ ലൈഫ് ട്രസ്റ്റ്, ഗോവ, കൂനൂർ, പിന്നെ കേരളത്തിൽ ഇവിടെ. അങ്ങനെ 3 സെറ്റിൽമെന്റ്സ്. മദനപ്പള്ളിയിൽ ഒരു ജെറിയാട്രിക് റിട്രീറ്റ്, ധനുഷ്കോടിൽ ഈട തുടങ്ങിയ റീഹാബ് വില്ലേജ്, ആലുവായ്ക്കടുത്ത് സ്ഥായി ധ്യാന കേന്ദ്രം. ഇത്രയുമാണ് സെന്റേഴ്സ് നിങ്ങൾക്ക്, അല്ലേ? യെസ്. ബഹൻ അഥവാ രമാബഹൻ ഇവിടങ്ങളിൽ, അതായത് കാരുണ്യദീപത്തിന്റെ സർവീസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്ന കമ്പക്കല്ലിലും കുരങ്ങുപാറയിലും സാധാരണക്കാർക്കിടയിൽ ബെറ്റർ നോൺ ആസ് സിസ്റ്റർ, അല്ലേ? ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എല്ലാ മതവിഭാഗക്കാരും പെടും. ഇഷ്ടമുള്ള പ്രാർത്ഥനാ മുറ തെരഞ്ഞെടുക്കാം, ആശ്രിതർക്കും അന്തേവാസികൾക്കും. എന്തും ഏതിനെയും ആരാധിക്കാം. എ ലിബറൽ സ്പിരിച്വൽ കമ്മ്യൂൺ. ഒപ്പം ദുരൂഹതകളും ഒരുപാട്, സ്രോതസ്സുകളും ഒരുപാട്. ഡൊമസ്റ്റിക്, ഓവർസീസ്, ഡിസ്ക്ലോസ്ഡ്, അൺഡിസ്ക്ലോസ്ഡ്, അങ്ങനെ ആയവ്യയങ്ങൾ ബാലൻസ് ചെയ്തെടുക്കാൻ മുട്ടുസൂചിയും തീപ്പെട്ടിയും തുടങ്ങി വീട്ടമ്മ കറി പൗഡർ വരെ എല്ലാം ലോണ്ടറി ചെയ്തെടുക്കാൻ പ്രത്യക്ഷ സംരംഭങ്ങൾ പലതരം. പക്ഷേ ലുക്ക് മിസ്റ്റർ, കാരുണ്യദീപത്തിന്റെ കണക്കുകളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ യു ബെറ്റർ ചെക്ക് വിത്ത് മൈ ഓഡിറ്റേഴ്സ് ഓർ മേക്ക് യുവർ പോയിന്റ് പ്ലീസ്. യെസ്, ടു ദ പോയിന്റ്. ഓമനക്കുട്ടനെ അറിയോ? ഓമനക്കുട്ടൻ, ഫോറസ്റ്റ് ഗാർഡ്, അറിയോ? ജോസ് കമ്പളികണ്ഠം അറിയുമോ ബാൻജി? പുറത്ത് ഗേറ്റിൽ നിങ്ങളുടെ ഭാഷ അറിയാത്ത ഉത്തരേന്ത്യൻ ബ്ലാക്ക് കാറ്റിന് മൂക്കിന് താഴെ ജോസിന്റെ ഫോട്ടോ ഒന്ന് ഫ്ലാഷ് ചെയ്തപ്പോൾ അവന്റെ മുഖത്ത് മിന്നിമറിഞ്ഞ ഷോക്ക്, തിരിച്ചറിയും. ജോസിന്റെ പേര് ഞാൻ ഉച്ചരിച്ചപ്പോ ദാ ഇപ്പോ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബഹൻജി വിരലടയാളം വെച്ച് തുല്യം ചാർത്തിയ ഒരു സത്യവാങ്മൂലത്തിന്റെ ബലമുണ്ട് അവിടുത്തെ ഭാവമാറ്റങ്ങൾ. യെസ്, കമ്പളികണ്ഠൻ ജോസ് എന്തെല്ലാമായിരുന്നു എന്ന് കൃത്യമായി അറിയും നിങ്ങൾ. എല്ലപ്പെട്ടി ചെക്ക് പോസ്റ്റിലെ ഗാർഡ് ഓമനക്കുട്ടനെ നിങ്ങൾ അറിയും. ജോസ് കൊല്ലപ്പെട്ടതിന്റെ തൊട്ട് തലേ ദിവസം അവൻ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് കൃത്യം 1/2 മണിക്കൂർ മുമ്പ് ഓമനക്കുട്ടന്റെ സെൽഫോണിൽ നിങ്ങൾ വിളിച്ചു. തെളിവുകളുണ്ട് എന്റെ കയ്യിൽ. ഓമനക്കുട്ടന്റെ മൊഴി, ഒപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്ററുടെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ഗാർഡ് കുഞ്ഞികൃഷ്ണന്റെ മൊഴി, രേഖകൾ കാണണോ? വിശ്വസിക്കാൻ? യെസ്. കഞ്ചാവ് കടത്താൻ ജോസ് കാരുണ്യദീപത്തിന്റെ മറ ഉപയോഗിച്ചിരുന്നു. കടമ്പകൾ തുറന്നു കിട്ടാൻ ദി ബിനൈൻ ലൈഫ് ട്രസ്റ്റിന്റെ ക്ലൗഡ്, ക്രെഡിബിലിറ്റി, ഫെസിലിറ്റീസ്, വാഹനങ്ങൾ, ധ്യാനയാത്രകൾ ആൻഡ് യു എല്ലാം ഉപയോഗിച്ചിരുന്നു. തെളിയിക്കണോ ഞാൻ? ഇവിടുത്തെ ആശ്രിതർ, അന്തേവാസികൾ, അടുക്കളക്കാരികൾ, അന്തപുര കാവൽക്കാർ വലിച്ചിറക്കി നിരത്തി നിർത്തി പിടിച്ച് പറയിക്കണോ ഞാൻ? ഓരോരുത്തരെ കൊണ്ടും സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട്. Would you cherish the scene, the chaos? Look, ഇതൊരു സ്പിരിച്വൽ സെറ്റിൽമെന്റ്. You cannot upset our ambience. Ambience, my foot. The veil of spirituality. അതിന്റെ മറവിൽ എന്ത് തെമ്മരത്തിലാവാ നിനക്കൊക്കെ, അല്ലേ? മാജി, ശ്രീജി, ആനന്ദ്ജി, അമ്മാജി, മൈജി, ബഹൻജി, പല സ്തുതികളിൽ, പല തസ്തികകളിൽ. വിദ്യാഭ്യാസം, ആതുര സേവനം, സ്ട്രെസ് മാനേജ്മെന്റ്, ധ്യാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നവര്, 10,000 ഒരുമിച്ചിരുത്തി ധ്യാനിപ്പിച്ച് ഉടലോടെ സ്വർഗത്തിലേക്ക് ഉദ്ധരിക്കുന്നവര്, ദ ചാരിറ്റബിൾ, അൾട്രൂയിസ്റ്റിക്, ബൗണ്ടിഫുൾ, എല്ലാം ഫേക്ക് ആണെന്നല്ല. ബട്ട് യുവേഴ്സ് ഇസ് വൺ, an outfit forging spirituality. ആട്ടി മുടി വാണിഭം, വ്യാജം. Come on, disprove. No. ഇനി നമ്മൾ സംസാരിക്കണമെങ്കിൽ either you take me in or come again with a court order. ഒരു കോപ്പം വേണ്ട, കുത്തിപ്പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ ഞാൻ എല്ലാത്തിനും. ആണോ? ഹലോ, എക്സ്ക്യൂസ് മീ. ചവിട്ടി മതി ചിട്ടണമരങ്ങ് കേറി അല്ലേ? കൊള്ളാം. ഒത്തിരി കേട്ടിട്ടുണ്ടോ? നരി കണ്ടിട്ടുണ്ട്. ഞാൻ റിലീസിന് വിധികാത്ത് കിടക്കുമ്പോ വിയ്യൂരിൽ സെൽ നമ്പർ 3, നിങ്ങൾ 19. എന്റെ ബ്ലോക്കില് പുറത്ത് ചരട് വലിക്കാൻ ഉന്നത ബന്ധങ്ങളുള്ള ഒരേ ഒരു VIP തടവുകാരൻ, അപ്പിച്ചായി, വട്ടക്കാലിൽ പുരുഷോത്തമൻ. ഐതിഹ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആന ചവിട്ടി കണ്ണി പറിച്ച കൈ, അരയിലൊരു നിറ ഏത് നേരത്തും, ഗരുഡൻ കൊത്തിയ വടി,
ഞാനും മാഞ്ചാടിയായിട്ട് ഒരുപാട് തീർത്ത കയ്യാ അതും ഒരുപാട് തീർത്ത കൈ. പക്ഷേ ഒരു നിഴല് വീണ് തുടങ്ങുന്നുണ്ട് ആയുർരേഖയിൽ. സ്ട്രെസ്ഡ്, എഫക്റ്റഡ്, ഹാരസ്ഡ്, ഷട്ടേർഡ്. ഇനി അതിലപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ അതും. അതാണിപ്പോ രമാജി. വേഷം കെട്ടിമടുത്തു, ഇവിടുത്തെ ഏർപ്പാടുകൾക്ക് ഓരോന്നിനും കൂട്ടുനിന്നും അടുത്തു, മതിയായി. അങ്ങനെ ഒരു മെസ്സേജ് കേട്ടു ഞാനിപ്പോ ബഹൻജിയുടെ നെടുവീർപ്പിൽ. പിൻവാങ്ങണം, പിന്മാറണം, എല്ലാത്തിൽ നിന്നും ബഹന്. എ ടോട്ടൽ റിട്രീറ്റ്. ഇവിടെ ഇരിക്കുന്ന ഈ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് 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 ഒടുവിലിപ്പോ വല്ലാതെ സ്പിരിച്വലായി മാറിപ്പോയിരിക്കുന്നു ബഹൻജി. എല്ലാം അവസാനിപ്പിച്ച് ഇവിടം വിട്ട് പോണം. ഒന്നുകിൽ കൂനൂർക്ക്, ഇല്ലെങ്കിൽ ഗോവ, ബാക്ക് ടു ബേസ്. അതുമല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും. തിരിച്ചു വരാൻ ആരും നിർബന്ധിക്കാനില്ലാത്ത, ആരും ഒന്നും അടിച്ചേൽപ്പിക്കാത്ത ഒരിടത്തേക്ക്. I don't know. യു നോ. ബഹൻജിക്കറിയാം. അങ്ങനെ ഒരു മോഹം പറഞ്ഞിരുന്നു ഹെലനോട് ഇന്നലെ ഫോണിൽ സംസാരിക്കുമ്പോ. Yes. ആ ഞാൻ, ഹെലൻ, ബാലു, പിന്നെ ഇവള് സുഭദ്ര. കൂനൂരിലെ സ്കൂൾ ബോർഡിങ്ങിൽ തുടങ്ങിയ ബന്ധം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇതുവരെ പങ്കുവച്ചതെല്ലാം, നല്ലതും ചീത്തയും, എല്ലാം മറക്കണം. യു വാണ്ട് ടു വാനിഷ്. ഒളിച്ചോടണം, ഒറ്റപ്പെടണം രമാജിക്ക്. അന്തേവാസികൾ മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഉറങ്ങാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല. ആയിരങ്ങളെ ഒരേ നിലയിൽ ഉറങ്ങാൻ സാന്ത്വനക്രിയ അഭ്യസിപ്പിച്ച സ്വാമി ഹർഷാനന്ദജിയുടെ പ്രഥമ ശിക്ഷയ്ക്ക് മനസ്സ് പ്രക്ഷുബ്ധം, കടല് പോലെ. അതിൽ നിറയെ തീരുമാനങ്ങൾ. എങ്കിലും എല്ലാം ഇറക്കി വെച്ചൊന്ന് ഉറങ്ങണം ബഹൻജിക്ക്. Sedu, what do you... The eternal sleep, the final trip. You want that? Hey. Yes. ബഹൻജിക്ക് തീരുമാനിക്കാം. എപ്പോ വേണമെങ്കിലും പുറപ്പെടാം. ഇന്നോ നാളെയോ എപ്പോ വേണമെങ്കിലും. ഇപ്പോ ഈ നിമിഷം. My blessings. Bon voyage. ശുഭയാത്ര.